കോൺഗ്രസിൻ്റെ ഏത് നേതാവും UDFൻ്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിൻ്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും UDFനുമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരായിപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം, എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി UDFനും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മത സംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനല്ല ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി. കാരണം കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ UDF അധികാരത്തിലെത്തും 2026-ൽ, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. കാരണം കഴിഞ്ഞ മാസത്തെ അഭിപ്രായം മാറി, സംസ്ഥാനത്തുടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ 2026-ൽ UDF അധികാരത്തിൽ വരും, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും 100%. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു, ഇതിനു മുമ്പ് ശ്രീ K മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം. അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുമോ? അതങ്ങനെയാണല്ലോ. അല്ല, ഇതൊക്കെ എല്ലാം ഇപ്പോൾ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ? ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു. വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും. അതിൽ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമില്ല. ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല, ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെയും വിളിക്കണമെന്ന്. അപ്പോൾ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും. അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ ആളുകൾ, സംഘടനകളിലെ ആളുകളെ, കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ്. ഞാനല്ലേ ലീഡർഷിപ്പിൽ, ഞാനല്ലേ UDFൻ്റെ ചെയർമാൻ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പം മുഖ്യമന്ത്രിയെ വിമർശിക്കും. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ, ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ? മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണതപ്രജ്ഞനായ ഒരു നേതാവ് പറഞ്ഞാൽ നമ്മളത് നോക്കും, നമ്മളത് പരിശോധിക്കും. അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും. ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ദിവസത്തെ എൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും, അതിൻ്റെ കറക്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളങ്ങനെ ഒരുപാട് ഒരു എന്താണ് 1/2 നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ. നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. VD സതീശൻ്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയറായിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശൻ്റെ നാക്ക് ശരിയല്ല എന്നും പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്നും പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ? ഏത് പ്രതിപക്ഷ നേതാവെന്നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. ആ പ്രതിപക്ഷ നേതാവിനെ വേറെ ആരും വിമർശിക്കാൻ പാടില്ല. അയ്യേ, അങ്ങനെ ഞാൻ പറയില്ല.